ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ എൻ്റെ ഒരു ഡൗട്ടാണ്. ഇതേ ഡൗട്ട് ഇപ്പൊ രാജ്യത്ത് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നരവാനെ നമ്മുടെ 2019 മുതൽ 2022 വരെ നമ്മുടെ കരസേനാ മേധാവിയായിരുന്ന നരവാനയുടെ ഒരു പുസ്തകം ഉയർത്തി കാണിക്കുന്നു. ദ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തി കാണിച്ചത് മാത്രമേ ഉള്ളൂ. നല്ല വൃത്തിയായിട്ട് ബൈൻഡ് ചെയ്ത ഒരു പുസ്തകമാണ്. ഇത് തുറക്കുന്നില്ല രാഹുൽ ഗാന്ധി. യഥാർത്ഥത്തിൽ ഈ പുസ്തകം നമ്മുടെ രാജ്യത്ത് പബ്ലിഷ് ചെയ്യാത്തൊരു പുസ്തകമാണ്. ഈ രാജ്യത്ത് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാതെ ഇത് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളൊരു ചോദ്യം ഉദിക്കുന്നുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തിക്കാട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിൽ അകപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ പുസ്തകത്തിന്റെ പബ്ലിക്കേഷൻസ് ആയിട്ടുള്ള പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ PRHI ഇവരുമുണ്ട്. ആ പോലീസ് കേസെടുത്തു. പോലീസ് കേസെടുത്തപ്പോൾ ഇവർ കൈമലർത്തി. അവർ പറയുന്നത്, ഈ പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യ പറയുന്നത് ഞങ്ങൾ ഇത് പബ്ലിക്കിൽ കൊടുത്തിട്ടില്ല, ഇതിന്റെ ഒരു ഡോക്യുമെന്റ്സും പുറത്തു പോയിട്ടില്ല, പിന്നെ ചില PDF-കളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്, അത് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് അവർ പറയുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി ചില PDFs എന്ന് പറഞ്ഞാൽ പുസ്തകം മൊത്തമല്ല, വളരെ കുറച്ച് PDF-ഉം കുറച്ച് അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഉയർത്തിയത്? ഈ പുസ്തകം പുറത്തു വന്നിട്ടില്ല, ആ പബ്ലിക്കേഷൻസ് പറയുന്നു ഞങ്ങൾ പുറത്തു വിട്ടിട്ടില്ല, ഒരു കോപ്പി പോലും അച്ചടിച്ച് പുറത്തു വന്നിട്ടില്ല, ഈ പുസ്തകത്തിന്റെ ചില PDFs ലീക്ക് ആയിട്ടുണ്ട്. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്ന പുസ്തകം ഇത്ര കട്ടിയുണ്ട്. ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകമാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ടൂൾ കിറ്റുകളെ കുറിച്ച് സംസാരിക്കും. അതുപോലൊരു ടൂൾ കിറ്റായിരുന്നു നമ്മുടെ രാജ്യത്തിനെ തകർക്കാനുള്ള ഒരു ടൂൾ കിറ്റായിരുന്നു ഈ രാഹുൽ ഗാന്ധി ഇവിടെ അവതരിപ്പിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനം സംസാരിക്കാൻ വരാത്തത്. അത് കേരളത്തിലെ മാധ്യമങ്ങളും നമ്മുടെ മാധ്യമങ്ങളും വലിയ വാർത്തയാക്കി. അവർ പറയുന്നത്, മോദി നയപ്രഖ്യാപന പ്രസംഗം, രാഷ്ട്രപതിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രിയുടെ പ്രസംഗമില്ലാതെ സഭ അവസാനിച്ചിരിക്കുന്നു, എന്താണിത്, ചരിത്രത്തിൽ ആദ്യമാണിത് എന്നൊക്കെ പറയുന്നു. അതിന് പിന്നാലെ ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു, നരേന്ദ്രമോദി സഭയിൽ വന്ന മോദിയെ അടിക്കും, ഈ പ്രതിപക്ഷത്തിലെ കുറെ ഗുണ്ടകളായിട്ടുള്ള MP-മാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. എനിക്ക് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കഥ പോലെ തോന്നുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ ഇങ്ങനെ ഒരു കയ്യേറ്റം ഉണ്ടാകും എന്ന് ബിജു ചേട്ടന് തോന്നുന്നുണ്ടോ, കരുതുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെയുള്ള കോൺഗ്രസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. കയ്യേറ്റം ഉണ്ടായി കൂടായികയൊന്നുമില്ല. കാരണം നമ്മൾ കണ്ടതാണ്, പഞ്ചാബിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയപ്പോൾ അവിടെ മോദിയെ തടഞ്ഞതാണ്. അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ വന്നിട്ട് എന്റെ ജീവൻ തിരിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞ് ട്വീറ്റ് വിട്ടിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വെച്ചു. പക്ഷെ പാർലമെന്റിനകത്ത് ചെയ്താൽ അത് വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് എല്ലാവർക്കും അറിയാം. അതും മോദിയെ കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിന്നത് 2 വനിതാ MP-മാരാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതൊരു എക്സാക്ട്ലി ഇതൊരു ടൂൾ കിറ്റ് ആണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 2014 ഇന്നലെ അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ മലയാള മനോരമയുടെ ഒരു സർവേ പുറത്തു വന്നിട്ടുണ്ട്. മോദിയുടെ ഇമേജ് താഴെ പോയി, ഇത്ര ശതമാനം പേര് രാഹുൽ ഗാന്ധിക്ക്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഫാക്ട് പ്രേക്ഷകരൊന്ന് അറിയണം എന്താന്നുള്ളത്. അതായത് 2014 ഇവരൊരു സർവേ നടത്തിയപ്പോൾ അന്ന് നരേന്ദ്രമോദിയുടെ ജനപ്രീതി 14%, രാഹുൽ ഗാന്ധിക്ക് 44% ആയിരുന്നു. അന്ന് 2014 ആ ഇലക്ഷനാണ് മോദി ജയിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത് കേരളത്തിൽ നടന്നൊരു സർവേ ആണ്. ഈ 50% മുകളിൽ ന്യൂനപക്ഷവും ഹിന്ദു വിരുദ്ധതയും മോദി വിരുദ്ധതയുമുള്ള ഈ നാട്ടിൽ സർവേ നടത്തിക്കഴിഞ്ഞാൽ മോദിക്ക് അത്ര വോട്ടേ കിട്ടൂ, കൂടുതലൊന്നും കിട്ടില്ല. അപ്പൊ അതൊരു ഫാക്ട്. പിന്നെ മനോരമയുടെ ആ ഒരു ആംഗിൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. ഏതായാലും തമാശയാണ്. പണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാക്കിയ ഒരു ചാനൽ ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ അതിനെ വിടുന്നു. ഇനി നമുക്ക് സർവേയിൽ വേറൊരു കാര്യമുണ്ട്. കാരണം 34% പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭരണം മികച്ചതാണെന്ന് പറയുന്നുണ്ട്. അതിലും 14% പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണം മോശമല്ലാത്തത് എന്ന് പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ ഇഷ്ടപ്പെടുന്നത് 44% പേര്. ഈ ശരാശരിയും മികച്ചതും കൂടെ ചേർത്ത് വെച്ചാൽ തന്നെ രാഹുൽ ഗാന്ധി ഓവർടേക്ക് ചെയ്ത് 45% ആവും. അത് അതിനകത്ത് ജോണി ലൂക്കോസ് എടുത്തു പറയുന്നുണ്ട്. കാരണം നമ്മൾ ഇതേ പോയിന്റ് തന്നെയാണ്. 2014 ഈ പുള്ളിയുടെ വെറും 14% ഇപ്പൊ 45%. അപ്പൊ അതാണ് അതിലെ പോയിന്റ് എന്ന് പറയുന്നത്. ഇവർ ആ പോയിന്റ് അല്ല നോക്കുന്നത്, എന്താ ചെയ്യുന്നത്? അല്ല, അതെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇന്ത്യയിൽ ഏറ്റവും, ഇത് സർവേ നടത്തുന്നത് കേരളത്തിലാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ന്യൂനപക്ഷം, അതായത് സംഘടിത ന്യൂനപക്ഷമുള്ള ഒരു സംസ്ഥാനമാണ്. ഏതാണ്ട് 50% മുകളിലാണ്. ഒപ്പം തന്നെ എല്ലാ പാർട്ടികളും BJP വിരുദ്ധ പാർട്ടികളാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്ത് ഇത്ര ശതമാനം കിട്ടിയാൽ പോരെ രാഹുൽ ഗാന്ധിക്ക്? അവരുടെ 50 പോലും കിട്ടിയില്ല. അതാണ് ശ്രദ്ധേയമായ കാര്യം. ഇപ്പുറത്ത് ബാക്കിയുള്ളവര് ഇത്ര ശതമാനം പേര് പിന്തുണച്ചില്ലേ മോദി? അത് വലിയൊരു കാര്യമാണ്. അതാണ് ആ സർവേയുടെ വൈരുദ്ധ്യം ഞാൻ കണ്ടിരിക്കുന്നത്. അതായാലും പോട്ടെ, നമുക്ക് ആ സർവേ അല്ലല്ലോ നമ്മുടെ ചർച്ച. നമ്മുടെ ചർച്ച ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യമാണ്. ഇവിടെ
ഈ 2014 മുതൽ കോൺഗ്രസ് ശ്രമിച്ചു വരുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ്. അതിനു വേണ്ടിയിട്ട് അവർ കാർഷിക സമരങ്ങൾ നടത്തി, വോട്ട് ചോരി കൊണ്ടുവന്നു, ധർമ്മസ്ഥല കൊണ്ടുവന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നു, ലഡാക്ക് കൊണ്ടുവന്നു, ഇതെല്ലാം കൊണ്ടുവന്നു. അതിനിടയ്ക്ക് അഗ്നിവീർ പദ്ധതിയുടെ സമരങ്ങൾ കൊണ്ടുവന്നു. ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ചീറ്റിപ്പോയി. അതിൽ നിന്ന് അവർക്ക് വ്യക്തമായ ഒരു കാര്യം, നരേന്ദ്രമോദിയുടെ ഇമേജ് നശിപ്പിക്കുക. മോദി ഉള്ളിടത്തോളം കാലം മോദി ഉള്ളത് കൊണ്ടാണ് ഈ BJP മുൻപോട്ട് വന്നത്. മോദിയെ താറടിക്കുക എന്നാണ് അവർ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒന്ന് നടന്നത്. പാർലമെന്റിൽ മോദിയെ തല്ലും എന്നുള്ളതല്ല, അതൊരു വാർത്തയല്ല. പക്ഷെ അവിടെ ഒരു കയ്യാങ്കളിയോ ഇല്ല ഒരു സിറ്റുവേഷൻ മോദിക്കെതിരെ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ഇമേജിന്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഇമേജിന് അത് കോട്ടം വരുത്തുക എന്നുള്ളതാണ്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, സംസാരിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ രാത്രിയിൽ പോയി ശത്രുവിന്റെ വീടിന്റെ മുറ്റത്ത് തൂറി വെക്കുന്ന പരിപാടിയിലേക്കാണ് പോയിരിക്കുന്നത്. അതൊരു നിലവാര തകർച്ചയാണ് രാഷ്ട്രീയത്തിന്റെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ചീപ്പ് പൊളിറ്റിക്സ് ആണത്. പക്ഷെ ഇവിടെയും കോൺഗ്രസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺഗ്രസിന് തിരിച്ചടിയാകും. ധനുഷ് ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. കോൺഗ്രസിന് പിന്നത്തെ ഈ രാജ്യത്തെ അവസ്ഥ എന്താകും? അതൊരു വലിയ രീതിയിൽ എനിക്ക് തോന്നുന്നു അതും കൂടെ അവർ ലക്ഷ്യം വിടുന്നുണ്ടായിരിക്കാം. ഇനി ഇതൊരു സംഘർഷത്തിലേക്ക് പോയാൽ അങ്ങനെ നേട്ടം. പിന്നെ മോദിയുടെ ഇമേജ് AI ഒക്കെ ഉൾപ്പെടെ പല രാജ്യങ്ങളും, അമേരിക്കയോ ചൈനയോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് എത്രത്തോളം നമുക്കറിയാം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് റഫേൽ തകർന്നു കേരളത്തിലുള്ള മാധ്യമങ്ങളിൽ ചില ഒരു പോലെ അടിച്ചു വിട്ടിട്ടുണ്ട്. 9 റഫേല 7 റഫേല 6 പിന്നെ 9 വീഴ്ത്തി. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഇതാണ് ഇവരുടെ ഉദ്ദേശം. അതായത് കണ്ടിട്ടില്ല നമ്മൾ ഇതിനോട് സമാനമായി ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം. ഈ ഒരു വാർത്ത പുറത്തു വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ധനുഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും, സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രമുണ്ടായിരുന്നു AI ക്രിയേറ്റ് ചെയ്ത്. രാഹുൽ ഗാന്ധി വിരല് ചൂണ്ടി മോദിക്കെതിരെ സംസാരിക്കുന്നത് കണ്ടായിരുന്ന? അതിന്റെ തലക്കെട്ടുള്ള കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് അത് ഒറിജിനൽ ആണെന്നാ, AI അല്ലെന്ന്. അല്ല, അതിന് തലക്കെട്ടുണ്ടല്ലേ, ചുണക്കുട്ടിയാണ് ഇവൻ എന്നുള്ളത്. അത് ഇവരുടെ ഒരു ട്രയൽ ആയിരുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അത് നടത്തി. അപ്പൊ അത് റിയാലിറ്റി ആണെന്ന് ജനം തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും എന്ത് വന്നു? ഇങ്ങനെ ഒരു ചെറിയൊരു ഈശാഘോഷ. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം രാഹുൽ ഗാന്ധി വന്ന് നരേന്ദ്രമോദി നെഞ്ചിൽ കിടക്കുന്ന നമ്മൾ കണ്ടതാണ്, ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പാർലമെന്റിൽ വെച്ച്. ഇത് കണക്കുള്ള പാർലമെന്റിൽ പാലിക്കേണ്ട ചില രീതികളുണ്ട്, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ രീതിയിൽ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാനിങ് വന്നു. പക്ഷെ ബുദ്ധിപൂർവ്വം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാകുകയാണ് അവിടെ ചെയ്തത്. ഇനി രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി ഈ നരവേനയുടെ ഈ ബുക്ക് ഉയർത്തിക്കാണിച്ചിൽ ഞാൻ അത്ഭുതമൊന്നും കാണുന്നില്ല. മുൻപ് 3-4 കീറ പേപ്പറുമായിട്ട് സുപ്രീം കോടതി റഫേലിനെതിരെ പോയതാ. കോടതി കണ്ടം വഴി ഓടിച്ചു. പിന്നെ അങ്ങനെ കോടതി കയറി ഇറങ്ങുക, മാപ്പ് പറയുക, സവർക്കറുടെ കേസിലൊക്കെ മാപ്പ്, അതൊന്നും പുള്ളിയെ സംബന്ധിച്ചൊരു പുത്തിരിയല്ല. പക്ഷെ ഇവിടെ വളരെ സീരിയസ് ആയിട്ടൊരു വിഷയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പെൻഗ്വിൻ ബുക്ക് ഓഫ് ഇന്ത്യ അല്ലെ പെൻഗ്വിൻ ഇന്ത്യ, അവർ പറയുന്നത് ഞങ്ങളുടേതായ രീതിയിൽ ചില PDF ഫയലുകൾ മുമ്പ് ഓൺലൈനിൽ പോയിരുന്നു. ഇതുമായിട്ട് എനിക്ക് ചേർത്ത് വെക്കപ്പെടേണ്ട ഒന്ന്, കേരളത്തിൽ ഇതുപോലൊരു, പക്ഷെ അത് പ്രസാധകർ കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് എനിക്കറിയാം. പണ്ട് DC ബുക്ക് നമ്മുടെ ചിറ്റപ്പന്റെ, അതായത് EP ജയരാജന്റെ ആത്മകഥയുടെ ഒരു ഭാഗം പുറത്തു വിടുകയും വലിയ വിവാദമാകുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് ഈ അവസരത്തിൽ ഞാനത് ഓർത്തു പോവുകയാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പൊ ഇത് ഈ സൈനികപരമായ ഒരു കേസ്, വാജ്പേയിയുടെ കാലത്ത് ജോർജ് ഫെർണാണ്ടസിന്റെ ശവപ്പെട്ടി കുംഭകോണമായിരുന്നു എന്ന് പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ട് വരികയും അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യുകയും ചെയ്തു. കാരണം സൈന്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച ഒരു ജീവനാഡിയാണ്. അതിന്റെ പേരുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന് ഈ ടൂൾ കിറ്റുകാർക്ക് നന്നായി അറിയാം. അപ്പോഴാണ് ഈ നരവാനയുടെ ഈ ഇറങ്ങാത്ത ബുക്ക്, അതായത് ഒരിക്കലും പ്രസിദ്ധീകരിക്കാത്ത ഒരു ബുക്ക്, ഇല്ലെങ്കിൽ ഒരിക്കലും അതിന്റെ കോപ്പികളോ ഇല്ലെങ്കിൽ അതിന്റെ ഒരു നക്കൽ പോലും പുറത്തു വരാത്ത ഒരു ബുക്ക്, ആ ബുക്കിന്റെ കോപ്പിയാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഉയർത്തിക്കാണിച്ചത്. അതിപ്പോ കേസെടുത്തിട്ടുണ്ട്. കാരണം പെൻഗ്വിൻ ബുക്ക് പറഞ്ഞല്ലോ ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്ക്, കാരണം അവർക്കാണ് പ്രസാധകര്. പെൻഗ്വിൻ ബുക്കുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർക്ക് മാത്രമാണ് ഇത് പുറത്ത് ഇറക്കാനുള്ള റൈറ്റ് ഉള്ളൂ. അപ്പൊ അവര് പറയുന്നത് ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറയുന്നിടത്താണ്. അപ്പോൾ ഈ ബുക്ക് അണിയറയിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ്. ബുക്ക് തുറന്നു കാണിച്ചില്ല രാഹുൽ ഗാന്ധി, അത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും ഈ ബൈൻഡ് ചെയ്ത ബുക്ക് എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ മുമ്പ് എപ്പോഴും പറയാറുള്ളത് കണക്ക് കരുതി വെച്ചിരുന്ന പടക്കങ്ങൾ സമയം തെറ്റി പൊട്ടുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് ലഡാക്കിൽ സമയം തെറ്റിപ്പൊട്ടി, ഹരിയാന ഇലക്ഷൻ വോട്ട് ചോരി ആരോപണം സമയം തെറ്റിപ്പൊട്ടി, മറ്റൊന്ന് ഈ പറയുന്ന ധർമ്മസ്ഥല 8 നിലയിൽ പൊട്ടി, കർഷക സമരം പല വഴി ചീറ്റി, അങ്ങനെ ഈ ഇത് അഗ്നിവീർ പദ്ധതിയുടെ സമരം ചീറ്റി, അങ്ങനെ എല്ലാ തരത്തിലും ഇവർക്ക് ആകെ വിജയിച്ചു അല്പമെങ്കിലും എന്ന് പറയാൻ കഴിയുന്ന ഒന്ന് ഈ കാർഷിക സമരം മാത്രമാണ്.
അത് വലിയ മുന്നൊരുക്കമില്ലാതെ മോദി സർക്കാർ കൊണ്ടുവന്നതാണ്. ആ ഒരു ഇതാണ് ഞാൻ മുമ്പ് കഴിഞ്ഞ ചർച്ചയിലൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം. നമ്മൾ കൊണ്ടുവരുന്ന നിയമമായാലും നമ്മൾ കൊണ്ടുവരുന്ന കരാറായാലും അതിനകത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നൊരു വലിയ ടാസ്ക് ഭരണകൂടങ്ങൾക്കുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എതിരാളികൾ അവിടെ ആ കിട്ടുന്ന ഗ്യാപ്പിൽ ഗോൾ അടിക്കുക തന്നെ ചെയ്യും. അതായിരുന്നു അതിന് സംഭവിച്ചത്. അതുപോലെ തന്നെ അവർക്ക് കുറച്ചുകൂടെ നീട്ടിക്കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു സമരമാണ് പൗരത്വ ഭേദഗതി സമരം. അതവർക്ക് നീട്ടി. അതല്ലാതെ പിന്നെ 3 ദിവസം അങ്ങാണ്ടായിരുന്നു ഈ അഗ്നിവീർ സമരം കത്തി നിന്നത്. അങ്ങനെ അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും അങ്ങനെ ഇവർക്ക് ഈ സെൻസിറ്റീവായ വിഷയങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. കാരണം അഴിമതി ആരോപണം ഈ 10-11 വർഷത്തിന് കഴിഞ്ഞിട്ടും അവർക്ക് ഒരെണ്ണം പോലും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. പെണ്ണ് കേസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ഇല്ലെങ്കിൽ രാജ്യത്തിന്റെ ഖജനാവ് കൊള്ളയടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ എന്താണ് ട്രാപ്പിലാക്കുന്നതോ ഒന്നും തന്നെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നുമില്ല, ക്ലിയർ ആണ്. അപ്പോൾ പിന്നെ ഇമേജ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് അതിന് ബെറ്റർ. കാരണം എങ്ങനെയെങ്കിലും നാറ്റിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലെ കമ്മികളായിരുന്നെങ്കിൽ പെണ്ണുകേസ് എന്തെങ്കിലുമൊക്കെ തലയിലിട്ടിട്ട് കൊണ്ടുവന്നേനെ. എംസ്റ്റീന്റെ ഫയൽ വന്നപ്പോഴത്തേന് എല്ലാവരും ചോദിച്ചത് ആരായിരുന്നു മോദിയുടെ കൂടെ എന്നാണ്. അതിനകത്ത് പെണ്ണിന്റെ കാര്യമൊന്നുമില്ല. അങ്ങനെ നാറ്റിക്കാൻ ശ്രമിച്ചു, അതിലില്ല. അത് ഇസ്രായേലിൽ പോയിട്ട് ട്രംപ് പറഞ്ഞിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞതാണ്. അത് വിചിത്രമായൊരു കാര്യം. ഏതായാലും ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇത് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടുകൂടി അവരുടെ ഫണ്ടോടുകൂടി ഇവിടെ വർക്ക് ചെയ്യുന്ന ഡീപ് സ്റ്റേറ്റ് തന്നെ അവരുടെ കയ്യിലുള്ള പടക്കങ്ങളൊക്കെ അസമയത്ത് പൊട്ടുകയാണ്. കാരണം പൊട്ടുകയല്ല, ഇത് ചീറ്റുകയാണെന്നാണ് പറയുന്നത്. കാരണം ഇത് വളരെ വിചിത്രമായി തന്നെ തോന്നുന്നു. ഇപ്പൊ നമുക്ക് പുറത്തിറങ്ങിയ ഒരു ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സംസാരിക്കാം, അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതെന്താണ് ഒരിക്കലും പുറത്തിറങ്ങാത്ത ഒരു ബുക്ക് പൊക്കി കാണിക്കുന്നതും ശ്രീമാൻ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ നേരെ വിരൽ ചൂണ്ടുന്ന AI ചിത്രവും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും ഒരുപോലെ തന്നെയല്ലേ? രണ്ടും ഫേക്കാണ്. അപ്പം അത് ആദ്യം അവരത് ടെസ്റ്റ് ഡോസ് നടത്തി നോക്കി, ആ ചിത്രം പുറത്തു വിട്ടിട്ട് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന്. അപ്പൊ ധനുഷ് പറഞ്ഞ കുറെ മണ്ടന്മാർ അതിന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് കാലമാണ് ധനുഷ് 5 സ്റ്റേറ്റുകളിൽ. അപ്പൊ സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ജീവൻ പോരാട്ടമാണ്. കാരണം കോൺഗ്രസ് ആണ് ഇവിടെ എല്ലാം പ്രതിപക്ഷം. നോക്കൂ, ആസാമിൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷം, പോണ്ടിച്ചേരിയിൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷം, കേരളത്തിൽ കോൺഗ്രസ് ആണ് പ്രതിപക്ഷം, തമിഴ്നാട്ടിൽ DMKയുടെ ഒപ്പം നിന്ന് ഭരിച്ചേ പറ്റൂ, കണ്ടിന്യൂറ്റി വേണം. ഇതൊന്നും ഇല്ലെങ്കിൽ അവിടെ തീർന്നു. അപ്പൊ പിന്നെ അവർ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കും. അപ്പൊ ഇടതുപക്ഷവും കാണിക്കും ഇവിടെ. അപ്പം എന്താണെന്ന് വെച്ചാൽ റിയാലിറ്റി ജനം മനസ്സിലാക്കി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് BJPക്ക് വോട്ട് പിടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ജോലി, അവർക്ക് വോട്ട് പിടിക്കാനുമല്ല നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ റിയാലിറ്റി മനസ്സിലാക്കുക, എന്താണ് അതിന്റെ കാര്യം, ഇതിൽ സത്യമുണ്ടോ എന്നുള്ളത് കുറഞ്ഞപക്ഷം പ്രേക്ഷകരെങ്കിലും മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാല് ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് പോലും യോഗ്യതയില്ലാത്തൊരു വിഷയമാണ്. കാരണം യാതൊരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സാധനം ഉയർത്തി കാണിച്ചുകൊണ്ട് അത് ചീറ്റി, അത് കാണിച്ചു. ഒരു 10 മിനിറ്റിനകം തന്നെ മെയിൻ ഹെഡ്സിൽ നിന്നെല്ലാം ആ വാർത്ത പോയി. കാരണം ആർക്കും താല്പര്യമില്ല. കാരണം ഈ കള്ളത്തരം പറയുന്നതിനൊരു അതിര് വേണ്ടേ? അതാണ് രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങളോട് കൂടി വേണം ഓരോ കാര്യങ്ങളും ഉന്നയിക്കാൻ. എന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ. ഇതിനൊക്കെയുള്ള ചീറ്റുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിലെ സുഡാപ്പികളോ കോൺഗ്രസിന്റെ അണികളോ കൈയടിക്കുമായിരിക്കും. ദേശീയ തലത്തിൽ ഒന്നും കിട്ടില്ല. പിന്നെ മനോരമ നിങ്ങളെ വാഴ്ത്തുമായിരിക്കും, സർവേയിൽ നിങ്ങൾ പ്രധാനമന്ത്രിയാക്കും. മനോരമയ്ക്ക് മാത്രമേ നിങ്ങളെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയൂ, ഇന്ത്യക്ക് പറ്റില്ല. രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും നടക്കൂല ചേട്ടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ രാജ്യസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് റെസ്പെക്റ്റഡ് സ്പീക്കർ എന്ന് ഉടനെ സൈഡിൽ നിന്ന് ഒരാൾ പറഞ്ഞു കൊടുക്കണം, സ്പീക്കർ അല്ല രാജ്യസഭയിലെ ചെയർമാനാണെന്ന്. ഉടനെ തിരിഞ്ഞുകൂടെ ചെയർമാൻ, അതുപോലും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണ്. എന്നാലോചിച്ചു, അതുപോലും അറിഞ്ഞുകൂടാത്തൊരു വ്യക്തി. ഈ പുള്ളിയൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു നല്ല ഒരു ഫ്രെയിം ചെയ്ത് നല്ലൊരു അഴിമതി ആരോപണമെങ്കിലും മോദിക്കെതിരെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ എന്തായാലും അല്ലേ, എനിക്ക് ഇപ്പോഴും ഒരു കാര്യം ഡൗട്ട് ഉണ്ട് ധനുഷ്. എംസ്റ്റീന്റെ ഫയൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മറ്റു ചിലരുടെ പേരൂടെ വരും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മിണ്ടാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എന്ത് വന്നാലും പുള്ളി ചാടി പിടിക്കുന്നതാ മോദിക്കെതിരെ, അറിയാമല്ലോ. ട്രംപ് ഡെഡ് എക്കണോമി എന്ന് പറഞ്ഞപ്പോൾ പോലും ചാടി പിടിച്ചതാണ്. അപ്പൊ ഇത്രയും വലിയൊരു ഫയൽസ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ചാടി പിടിക്കുന്നതെന്ന് എനിക്ക് വലിയ ഒരു ഡൗട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പട്ടായയിലും ഇടയ്ക്കിടയ്ക്ക് നേപ്പാളിലും നൈറ്റ് ക്ലബ്ബുകളിലൊക്കെ പോകുന്നതാണ്. അപ്പൊ ആ ഒരു ഭയം കൊണ്ടായിരിക്കാം ചിലപ്പോൾ. വന്നിട്ടില്ല, മുഴുവൻ റിപ്പോർട്ടും വന്നിട്ടില്ല. എംസ്റ്റീന്റെ വരുമ്പോ പേരുണ്ടാവില്ലെന്ന് അറിയില്ല. വന്നതിൽ ഒരു ചെറിയ പരാമർശമുണ്ട്, രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്തൊരു പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുണ്ട്. നരേന്ദ്രമോദിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. യാതൊരുവിധ മാനേജ്മെന്റ് സ്കിൽസും ഇല്ല, പത്രങ്ങളെ മാനേജ് ചെയ്യാൻ സ്കിൽസ് ഇല്ല, ഒന്നിനും സ്കില്ലില്ലാത്ത എന്താ നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഴങ്ങൻ എന്നുള്ള രീതിയിലാണ് എപ്സ്റ്റീൻ ഫയൽസ് ഇട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.